സാറെ, കുറച്ച് നാൾ മുൻപ് വരെ കെ.സി. വേണുഗോപാൽ ഡൽഹി കേന്ദ്രീകരിച്ചാണ് നിന്നത്. ഇപ്പോൾ തുടർച്ചയായി തന്നെ അദ്ദേഹം കേരളം കേന്ദ്രീകരിക്കുകയാണ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. കാരണം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDF ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ടല്ലോ, 2026 തങ്ങൾക്ക് അധികാരത്തിലെത്താമെന്നൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണോ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നത്? അതിൻ്റെ ഭാഗമായാണോ ഇപ്പോൾ ജി സുധാകരനെല്ലാം ഇന്നലെ ആലപ്പുഴയിലെത്തി സന്ദർശിക്കുന്നു? അദ്ദേഹം ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. CPM-ലെയും അതോടൊപ്പം തന്നെ BJP-യുടേത് സന്ദീപ് വാര്യർ ഇപ്പോൾ BJP-യിൽ നിന്നും കോൺഗ്രസിലെത്തിയിട്ടുണ്ട്. അങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്നും തങ്ങളുടെ പാളയത്തിലേക്ക് ഇത്തരം നേതാക്കൾ എത്തിക്കുകയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താമെന്നാണോ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാൽ പ്രതീക്ഷിക്കുന്നത്? എന്തായാലും ജി സുധാകരനെ പോലുള്ള നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിക്കുവാനും കഴിയുമോ? ഈ കെ.സി. വേണുഗോപാൽ ഇപ്പം കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിലും 2026 മുഖ്യമന്ത്രിയാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ കോൺഗ്രസ്സിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി ഭൈമീകാമുകന്മാരുണ്ട്, അത് വേറെ കാര്യം. അവസാനമാകുമ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് ഈ സാധനത്തെ കെട്ടിയിറക്കും. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഉണ്ടാതിരിക്കും. കുറേ പേര് വി ഡി സതീശൻ ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാവും. മറ്റ് മുഖ്യമന്ത്രി പദം മോഹിച്ചിരുന്നവരൊക്കെ BJP-യിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ 2026 UDF-ന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എന്ത് ചെയ്യുകയാണ്? കെ.സി. വേണുഗോപാൽ ആലപ്പുഴ MP കൂടിയാണ്. ഈ CPM-നകത്ത് ഇടങ്കോലിട്ട് നിൽക്കുന്ന പലരുമായിട്ട് രഹസ്യ ചർച്ചകൾ, അണിയറ നീക്കങ്ങളൊക്കെ തന്നെ നടത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജി സുധാകരനെ വന്ന് ആലപ്പുഴ പറവൂരിലെ വീട്ടിൽ വന്ന് കാണുകയുണ്ടായി. സുധാകരൻ അത് കഴിഞ്ഞ് എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം എൻ്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ വന്നതാണ്. CPM-നകത്ത് ധാരാളം പേര് ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ നേരിട്ട് നിന്നിട്ടുണ്ടല്ലോ. അവിടെയല്ല ഈ കെ.സി. വേണുഗോപാൽ പോയിട്ടുണ്ടോ? ജയരാജനും അങ്ങനെ അതിന് സമാനമായ രീതിയാണ് പറഞ്ഞത്. കേക്ക് മുറിക്കാൻ. അതെ, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കൊച്ചുമകളുടെ കേക്ക് മുറിക്കാനായിട്ട് ഈ പ്രകാശ് ജാവദേക്കറാണ് വന്നത് അല്ലേ? അപ്പോൾ ഈ ആലപ്പുഴയിലെ MP ആണ് കെ.സി. വേണുഗോപാൽ. അവിടുത്തെ പ്രമുഖനായ ഒരു നേതാവാണ്, CPM-ൻ്റെ നേതാവാണ് സുധാകരൻ മാത്രമല്ലല്ലോ, അവിടെ വേറെയും ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ. എന്താ ഐസക്കിനെ പോയി കാണാത്തത്? എന്താ അങ്ങനെ നിരവധി പേരുണ്ടല്ലോ, അവരെ ആരെയും കാണുന്നില്ലല്ലോ. കേരളത്തിലെ പല CPM മുതിർന്ന നേതാക്കളൊക്കെ ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവരെ ആരെയെങ്കിലും പോയി കാണുന്നുണ്ടോ? ഇനി അതല്ല, ഒരു MP എന്നുള്ള രീതിയിൽ ആ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ പോകുകയൊന്നും വേണ്ട, ടെലിഫോൺ വഴിയൊക്കെ അവർക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ നീക്കമെന്ന് പറയുന്നത് ഇത് പരസ്യമായിട്ട് തന്നെ, ഇതൊരു രഹസ്യ കൂടിക്കാഴ്ചയൊന്നുമല്ല. നമ്മുടെ ADGP RSS നേതാക്കന്മാരെ പോയി കണ്ടതുപോലെയുള്ള രഹസ്യ നീക്കമൊന്നുമല്ല, പരസ്യമായിട്ടാണ്. അവരെ ചർച്ചയും കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ചിത്രമൊക്കെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, മാധ്യമങ്ങളൊക്കെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സുധാകരൻ ഇടങ്കോലിട്ട് നിൽക്കുന്നുണ്ട് പാർട്ടിക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും, അപ്രിയ സത്യങ്ങൾ സുധാകരൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പലതും വിളിച്ചു പറയും സുധാകരൻ ആരെയും പേടിയൊന്നുള്ള കൂട്ടത്തില്ല. കാരണം സുധാകരൻ്റെ കൈ കളങ്കമുള്ളതല്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന സമയത്തൊന്നും അദ്ദേഹം അഴിമതിയൊന്നും നടത്തിയിട്ടില്ല. അതിലേറ്റവും കൂടുതൽ അഴിമതി നടത്താവുന്നതാണ് ഈ പൊതുമരാമത്ത്, എക്സൈസ്, ഇതിലൊക്കെ. PK ഗുരുദാസനൊക്കെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു അഴിമതിയുമില്ലാത്ത, ഗുരുദാസൻ കൊല്ലത്തുള്ളത് VS പക്ഷക്കാരനാണ്. ഗുരുദാസനെ ഒതുക്കിയിരുത്തിയിട്ടാണ് ആ മുകേഷ് എന്ന് പറയുന്ന ഒരു സിനിമാക്കാരനെ പിടിച്ച് കൊല്ലത്തെ MLA ആക്കി വെച്ചിരിക്കുന്നത്. ആർക്ക് എന്തു ഗുണം? അങ്ങനെ CPM-ൻ്റെ അകത്ത് നീറിപ്പുകയുകയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് സുധാകരൻ പോകുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്.
കോൺഗ്രസ് ഇത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരും ആയിട്ടുള്ള ഒരു തീരുമാനത്തിലല്ല, ഇത് കേന്ദ്ര നേതൃത്വമാണ്. കാരണം CPM ആലപ്പുഴയിലെ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല സുധാകരൻ. സുധാകരൻ കേരളത്തിൽ മുഴുവന് അറിയപ്പെടുന്ന സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിനെ പാർട്ടി തരം താഴ്ത്തി എന്ന് വിചാരിച്ച് അതാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കിയത്. സലാമിന് വേണ്ടി വേണ്ടത്ര പ്രവർത്തിച്ചില്ല എന്നുള്ള ഒരു പേരിലാണ്. അത് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതാരാണ്? എളമരം കരീം. പസ്റ്റിയ സാധനമാണ്. അദ്ദേഹം സുധാകരനെതിരെ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ തരം താഴ്ത്തിയ സുധാകരൻ ഏറ്റവും വലിയ ക്ഷീണമല്ലേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്? ഇപ്പൊ ഏരിയ സമ്മേളനത്തിന് പോലും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. ഒന്ന് ആലോചിക്കണേ. ഏരിയ സമ്മേളനം നടക്കുന്ന സമയം തന്നെയാണ് വന്ന് എന്ത് ചെയ്തത്? ഈ കെ.സി. വേണുഗോപാൽ വന്ന് സുധാകരനെ കാണുന്നത്. അപ്പോൾ അതൊരു നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല, വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ട കാര്യം തന്നെയാണത്. ഇപ്പം എന്താണ് EP ജയരാജനോട് വിശദീകരണം ചോദിച്ചില്ലേ? പ്രകാശ് ജാവദേക്കർ കയറിയതും കൂടിക്കാഴ്ചയും അതൊക്കെ ഏത് സമയത്താണ് വന്നത്? അത് തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ ആ വാർത്ത പുറത്തു വന്നത്? EP ജയരാജൻ പല രീതിയിലും വെടിപൊട്ടിച്ചിട്ടുള്ളതെല്ലാം തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ ആത്മകഥയിലെ ഒരു ഭാഗം വന്നത്? തെരഞ്ഞെടുപ്പ് ദിവസം ചെയ്തിട്ട് അതെ. ഇനി ഇത് തന്നെ ഇവരുടെ കൂടിക്കാഴ്ച തന്നെ എന്ന് പറയുന്നത് സമ്മേളന സമയത്താണ്. അപ്പോൾ സമ്മേളന കാലത്ത് ഇത് വളരെ വലിയ, എനിക്ക് തോന്നുന്നു സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നതിന് മുമ്പായിട്ട് സുധാകരൻ CPM പടിയിറങ്ങും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വളരെ തയ്യാറെടുപ്പിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 2026 ഇപ്പോൾ നേടിയിരിക്കുന്ന ആ ഒരു പിടിവള്ളി ഇനി അത് മുറുക്കി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പതുക്കെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. മുന്നണി വിപുലീകരിക്കുക. ഇനി ആരും UDF വിട്ടു പോകത്തില്ല കേട്ടോ. ലീഗ് ഒരിക്കലും ഇനി പോകില്ല. ലീഗ് വലിയ ആധിപത്യം സ്ഥാപിച്ച് നിൽക്കുകയാണ്. ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ ചെറു ചെറു കക്ഷികളുണ്ട്. നമ്മുടെ RSP, പിന്നെ ബെബിജോൺ, പിന്നെ അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്ക്. അങ്ങനെ ഇവരെ ആരും ഇനിയും പോകത്തില്ല. കാരണം 26 കോൺഗ്രസിന് അനുകൂലമായിട്ട് കേരളം നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് BL ഉണ്ടല്ലോ, ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ മറുകണ്ഠം ചാടും. അല്ല, അത് വരട്ടെ. അതിന് കുറച്ചുകൂടെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് മാറി വരുമ്പോൾ ഇനി കിടക്കുന്നുണ്ടല്ലോ 1.5 വർഷം. അതിനിടയ്ക്കാണ്. അല്ലാതെ ജോസ് കെ മാണി വിഭാഗം അടുത്ത ദിവസം ഇങ്ങോട്ടേക്ക് ചാടുമെന്നല്ലേ പറഞ്ഞത്. അവർ വന്നിരിക്കും. പക്ഷെ അവരിൽ ജനത്തിനൊരു ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്, വിശ്വാസ്യത. ഓരോ 5 വർഷം കൂടുന്തോറും ആരായിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് എന്ന് വെച്ചാൽ അങ്ങോട്ട് ചാടാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമായി ഈ മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് അതപ്പതിച്ചോ എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. പാലായും കടുത്തുരുത്തിയും കൊടുക്കുക, അങ്ങനെയുള്ള ചില. കാരണം പാല എന്ന് പറയുന്നത് മാണിയുടെ കുടുംബസ്വത്താണ്. അത് ജോസ് കെ മാണിക്കും അത് അങ്ങനെ തന്നെ നിലനിർത്തണമെന്നാണ്. പക്ഷെ നടക്കാതെ പോയി. ഇപ്പം CPM ചവിട്ടും കുത്തുവേറ്റ് കഴിയുകയല്ലേ കേരള കോൺഗ്രസ്. CPM ചവിട്ടും കുത്തുവേറ്റ് കഴിയുന്ന നിരവധി പാർട്ടികളുണ്ട്. CPI പിന്നെ അതെല്ലാം അതങ്ങ് സഹിച്ച് പിന്നെ തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ലല്ലോ എന്ന് പറയുന്നത് പോലെ. അല്ലെങ്കിൽ പിള്ള ചവിട്ടി തള്ളയ്ക്ക് കേടില്ല, എങ്ങനെ വേണേലും ആകാം. അതുണ്ടാകത്തില്ല. CPI ഒന്നും അതങ്ങോട്ട് ചവിട്ടാൻ പോകുന്നില്ല. അപ്പൊ CPM ചവിട്ടും കുത്തുമേറ്റ് കിടക്കുന്ന ഒരു നട്ടലിന് ഉറപ്പില്ലാത്ത പാർട്ടിയായി CPI മാറി. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF ചേരിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ജോസഫ് വിഭാഗം ഇങ്ങോട്ട് വരില്ലേ? ജോസഫ് വിഭാഗവും ഇങ്ങോട്ട് വരണം. ജോസഫും ചാടാൻ റെഡിയാകും. ജോസഫും ഒക്കെ ഇങ്ങനെ കാലാകാലങ്ങളിൽ ചാടി നടന്നിട്ടുള്ളതാണ്. PA ജോസഫ് പിന്നെ ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ ഒന്നും അഭിമുഖീകരിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് അതിനുള്ള ആരോഗ്യ അനുവദിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നെ വിഭാഗമുണ്ടല്ലോ, അതും ചിലപ്പോൾ വരാം. കാരണം മുന്നണി ഇപ്പൊ കോട്ടയത്ത് വിജയിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ പലതരത്തിലുള്ള ആവശ്യങ്ങൾ മുമ്പോട്ട് വയ്ക്കും. എന്തായാലും UDF മുന്നണി വിപുലീകരിക്കും. മുന്നണി വിപുലീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ CPM-ൽ നിന്ന് ചാടിക്കൊണ്ടിരിക്കുന്നവരെയൊക്കെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള. ഇതൊക്കെ വലിയ ഓഫറിലായിരിക്കും. അല്ലാതെ വന്ന് വെറുതെ ഇങ്ങനെ കക്ഷത്തിൽ ഡയറിയും വെച്ച് നടക്കാനല്ല കൊണ്ടുവരുന്നത്. സുധാകരൻ എന്ന് പറയുന്ന സമുന്നതനായ നേതാവാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ടാണ് KCയെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പോകും എന്നുള്ളത് ഉറപ്പാണ്, പോയിരിക്കും.
വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.